ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നല്ല ചൂട് സമയമൊക്കെ അല്ലേ, ഇപ്പോൾ ഒരു സംഭാരമായാലോ, അതും ചെമ്പരത്തി മോര് സോഡ ആയാലോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റോസ് കളറിൽ നല്ല അടിപൊളി ചെമ്പരത്തി മോര് സോഡ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു 5 ഇതളുള്ള ഇതേപോലെ റെഡ് കളറിലുള്ള ചെമ്പരത്തിപ്പൂ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതളുകൾ മാത്രം മതി നമുക്ക്. അതെല്ലാം എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് മാറ്റി വയ്ക്കുക. ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴും വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ പൂവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വാടി അതിൻ്റെ കളറൊക്കെ അതിലേക്ക് ഇറങ്ങും. ഇപ്പോൾ ഇതൊരു ലൈറ്റ് ഒരു റോസ് കളറിലൊരു വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളൊരു 7 ചെമ്പരത്തിപ്പൂ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് ആ പൂവിൻ്റെ ഇതളുകളൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിത് സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതേണ്ട നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കണ്ടോ, കളർ കണ്ടോ, ഈ ഒരു കളറായിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം സ്ട്രെയിൻ ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. നന്നായിട്ട് തണുക്കട്ടെ. ഈ ഒരു ടൈമിൽ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല കട്ട തൈര് എടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 3 കയ്യിൽ എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല കട്ട തൈരായിരിക്കണേ. നമുക്ക് നന്നായിട്ടൊന്ന് പൾസ് മോഡിൽ അടിച്ചെടുത്തിട്ട് വരിക. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 10 കാന്താരി മുളക് കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചതച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമ്മളൊരു ഗ്ലാസ് എടുക്കാം. അതിലേക്ക് ഒരു 15 മിനിറ്റ് മുന്നേ കുതിർത്ത് വെച്ചിരുന്ന കസ്കസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ചെമ്പരത്തി പൂവിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 മുറി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ചെമ്പരത്തി പൂവിൻ്റെ വെള്ളത്തിലേക്ക് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു റെഡ് കളറാവും കേട്ടോ. അതിങ്ങനെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കണ്ടോ, നല്ലൊരു റെഡ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 3-4-5 ഐസ് ക്യൂബ്സ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി മുളകും ഇഞ്ചിയും കൂടെ ഇട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് മോരായിട്ടുണ്ട്. മോരതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആ ഗ്ലാസ് നിറയുന്ന രീതിയിലുള്ള അളവ് ഒഴിച്ചു കൊടുക്കുക. സോഡയും കൂടെ അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെമ്പരത്തി മോര് സോഡ നല്ല റിച്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കസ്കസും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ച് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു റീഫ്രഷിങ് ഡ്രിങ്കാണ്. നമ്മൾ ചൂട് സമയത്തൊക്കെ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഇതേപോലെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നല്ല കൂളാവും. അപ്പോൾ ഇനി അങ്ങോട്ട് സമ്മർ സീസണാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഡ്രിങ്ക്സൊക്കെ കഴിക്കുക എല്ലാവരും. അപ്പോൾ നമ്മൾ ഇനിയും ഇതേപോലെയുള്ള ഡ്രിങ്ക്സുകളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ മോരും സോഡയൊക്കെ ഉപയോഗിച്ചിട്ട് ചെമ്പരത്തിപ്പൂവും ചേർത്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.